അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കുടുംബബന്ധം നാം സൂക്ഷിക്കണം. അല്ലാഹു മനുഷ്യരെ സൃഷ്ടിച്ചത് കുടുംബം എന്ന രൂപത്തിലാണ്. മനുഷ്യരൊരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധ്യമല്ല. ഒരു സാമൂഹിക ജീവിയാണ് മനുഷ്യൻ. മാതാവ്, പിതാവ്, ഭാര്യ, മക്കൾ, ജ്യേഷ്ഠൻ, അനുജൻ, സഹോദരി, സഹോദരന്മാർ തുടങ്ങിയവയെല്ലാം രക്തബന്ധം ആണ്. അതേപോലെ വിവാഹബന്ധത്തിലൂടെ കുടുംബം ഉണ്ടാകുന്നുണ്ട്. മറ്റൊരു നിലക്ക് കൂട്ടുമ്പോൾ അയൽവാസികൾ സാഹോദര്യ ബന്ധവുമായി നല്ല സാഹോദര്യ ബന്ധം ഉണ്ടാക്കേണ്ടതാണ്. ഇതെല്ലാം നമ്മൾ കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത്. നാം സാമൂഹ്യപരമായി കുടുംബപരമായും കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ സാമ്പത്തികമായി തളർന്നവരുണ്ടാകാം, ഉയർന്നവരുണ്ടാകാം, നല്ല ജോലിയുള്ളവരുണ്ടാകാം, ഇല്ലാത്തവരുണ്ടാകാം, ആരോഗ്യമുള്ളവരുണ്ടാകാം, ഇല്ലാത്തവരുണ്ടാകാം, അതേപോലെ രോഗികളുണ്ടാകാം, സാമൂഹികപരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഉണ്ടാകാം. സമൂഹത്തിൽ, കുടുംബത്തിൽ എന്തെങ്കിലും ഒരർത്ഥത്തിൽ കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അത് ഏതുവരെക്കാകട്ടെ, ചിലപ്പോൾ സാമ്പത്തികപരമാകാം, അതല്ലെങ്കിൽ ആരോഗ്യപരമാകാം, മാനസികപരമായാകാം, അതല്ലെങ്കിൽ നിയമപരമായിട്ടാകാം, ഏത് രൂപത്തിലാണെങ്കിലും അത്തരം ആളുകളെ ചേർത്ത് പിടിക്കാനായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത്. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ ചേർത്ത് പിടിച്ച് നാം ഒരു ശരീരം പോലെ നമ്മൾ മുന്നേറാൻ ശ്രമിക്കണം. സാമ്പത്തികപരമായി പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരെ നമ്മൾ സഹായിക്കണം. അത് നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരാകുമ്പോൾ പ്രത്യേകിച്ചും പരിഗണിക്കണം. അതേപോലെ തന്നെ അയൽവാസികളെയും പരിഗണിക്കണം. അയൽവാസികൾ അത് ജാതിയോ മതമോ മറ്റൊരു ബന്ധം പരിഗണിക്കാതെ അയൽവാസി എന്ന പരിഗണനയിൽ നൽകിക്കൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്യണം എന്നർത്ഥം. മനുഷ്യത്വപരമായ പരിഗണന നമ്മൾ നൽകണം. ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും, അതല്ലെങ്കിൽ ചെറിയൊരു പ്രശ്നങ്ങളുണ്ടായിരിക്കുക. എന്തു തന്നെയാണെങ്കിലും മാനുഷികപരമായ പരിഗണന നൽകിക്കൊണ്ടുള്ള സഹകരണങ്ങൾ വേണ്ടി വരും. ചിലപ്പോൾ ഒരു വാക്ക് മതിയാകും, അത് വലിയൊരു സഹായമായിരിക്കാം. അതല്ലെങ്കിൽ ഒരു നിർദ്ദേശം ആകും, അത് വലിയ സഹായമായിരിക്കാം. എത്രയോ ആളുകൾ ഇന്ന് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. കൂട്ടാത്മഹത്യകൾ, കുടുംബത്തിൽ കൂട്ടാത്മഹത്യകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും അവർ ചിലപ്പോൾ മറ്റുള്ള ആളുകളുമായി ബന്ധമുണ്ടായിക്കൊള്ളണം എന്നില്ല, അതല്ലെങ്കിൽ അവരെ മറ്റാരും ബന്ധപ്പെട്ടിട്ടും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അങ്ങനത്തെ അവസ്ഥയിൽ അവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ആരോടും പങ്കുവെക്കാനോ അതിന്റെ പരിഹാരം നിർദ്ദേശിക്കാനോ അതിനൊരു സഹായം ചെയ്യാനോ ആരെയും കിട്ടിയിട്ടുണ്ടായിക്കൊള്ളണം എന്നില്ല, അതല്ലെങ്കിൽ അതിനെ ശ്രമിച്ചിട്ടുണ്ടാകില്ല. അങ്ങനത്തെ അവസ്ഥയിൽ എത്രയോ ആളുകൾ കൂട്ടാത്മഹത്യകൾ ചെയ്യുന്നു. ഈ കൂട്ടാത്മഹത്യകൾക്കൊക്കെ ഒരു പരിഹാരമാണ് ഈ ബന്ധങ്ങൾ നിലനിർത്തുക എന്നുള്ളത്. കുടുംബബന്ധമാകട്ടെ, അയൽബന്ധമാകട്ടെ, മറ്റുള്ള ബന്ധങ്ങളാകട്ടെ, ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുമ്പോൾ കുറെ പ്രശ്നങ്ങൾ സ്വാഭാവികമായും ഇല്ലായ്മ ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും മഞ്ഞുരുകും പോലെ ഉരുകാൻ ആ ബന്ധങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. മക്കൾ മാതാപിതാക്കളെ അരുംകൊല ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ എത്രയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കൾ
മക്കൾ കൊണ്ടുള്ള കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനത്തെ പ്രത്യേക സാഹചര്യത്തിൽ വളർന്നു വരുന്ന മക്കളെ ഹൃദയാന്തരഭാഗത്ത് സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും ആദരവിന്റെയും അനുസരണത്തിന്റെയും ഒക്കെ മൂല്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഒരു മക്കൾക്ക് നൽകേണ്ടത് സാമ്പത്തിക സഹായങ്ങൾ മാത്രമല്ല, വിദ്യാഭ്യാസങ്ങൾ മാത്രമല്ല, മറിച്ച് ഇത്തരം കാര്യങ്ങൾ കൂടി മക്കൾക്ക് നൽകാൻ തയ്യാറാകണം. അങ്ങനെ വളർന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിയിൽ നിന്ന് മാതാപിതാക്കൾക്ക് പിന്നീട് കിട്ടേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം കിട്ടിക്കൊണ്ടേയിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കണം. നാം താഴോട്ട് നോക്കണം, അതേപോലെ മേലോട്ടും നോക്കണം. മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾക്ക് പലരും കണ്ടുകൊണ്ടിരിക്കും. നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കും. അതെന്നെക്കാൾ അവൻ ഉയരുകയല്ലോ, അവൻ സാമ്പത്തികപരമായി ഉയർന്നല്ലോ എന്നൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ആ സമയത്ത് വിദ്വേഷങ്ങളോ അസൂയകളോ പകകളോ ഒന്നുമല്ല വേണ്ടത്, സന്തോഷമായിരിക്കണം. അതേപോലെ താഴോട്ട് നോക്കുമ്പോൾ ദുഃഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും കണ്ടുകൊണ്ടിരിക്കും. അതിനൊക്കെ നമ്മാൽ കഴിയുന്ന പരിഹാരങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാൽ നമുക്കതുകൊണ്ട് കുറെ ഗുണങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇന്ന് ഉമ്മാക്ക് നാം ഒരു കൈത്താങ്ങ് നടത്തേണ്ടതാണ്. കാരണം ഒന്നിനെ വളർത്തിയത്, ഉപ്പളമായി വളർത്തിയത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ്. നമ്മെ താരാട്ടുപാട്ടി ഉറക്കിയത്, നമ്മെ കൈപ്പിടിച്ച് വളർത്തിക്കൊണ്ടുവന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. ആ മാതാപിതാക്കളെ പരിചരിക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനും നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നത്തെ തലമുറക്ക് നൽകേണ്ടത് പിതൃ സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും ആദരവിന്റെയും ഒക്കെ വിദ്യാഭ്യാസങ്ങളാണ്. നാം മനസ്സിലാക്കുക, ഈ വിദ്യാഭ്യാസങ്ങൾ കലാലയങ്ങളിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കുടുംബത്തിന്റെ മൂല്യങ്ങളെ പഠിപ്പിക്കാൻ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുമ്പോൾ കുറെ നന്മകൾ അതിലൂടെ ഉണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നല്ല നിലക്ക് നിലനിർത്തി തീരുമാനാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.